ക്യൂബ് എന്ന് പറയുമ്പം ബേസിക്കലി മാത്തമാറ്റിക്കലി എക്സ്പോണൻഷ്യൽ പവറാണ്, റൈസ് ടു ദ പവർ ഓഫ് 3. അതുപോലെ തന്നെ നമ്മുടെ ഡൈസിനെ സൂചിപ്പിക്കുന്നു. മെയിൻലി ബോർഡ് ഗെയിംസിലുള്ള മെയിൻ എലമെൻ്റ് ആണ് ഡൈസ് എന്ന് പറയുന്നത്. ആ ഡൈസിനെയാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ഓൾസോ കൺട്രി എന്ന് പറയുമ്പോൾ ഒരു കോമൺ എലമെൻറ്റ് ഫോർ ഓൾ ദ പീപ്പിൾ, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എലമെൻറ്റ്, അതാണ് കൺട്രി. നമുക്ക് നമ്മുടെ ഫ്ലാഗ്സ് ഉണ്ട്, നമ്മുടെ സ്റ്റാഫിനെ നമ്മൾ വിളിക്കുന്നത് മിനിസ്റ്റേഴ്സ് ഓഫ് ക്യൂബ് കൺട്രി എന്നാണ്, നമ്മുടെ കമ്മ്യൂണിറ്റിനെ നമ്മൾ പറയുന്നത് സിറ്റിസൺസ് ഓഫ് ക്യൂബ് കൺട്രി എന്നാണ്. പിന്നെ നമ്മുടെ ടാഗ് ലൈൻ തന്നെ പറഞ്ഞാൽ പോസ്, പ്ലേ ആൻഡ് പ്രോഗ്രസ് എന്നാണ്. അതായത് പോസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എല്ലാവരും ബിസി, എവരിബഡി ഈസ് ബിസി, പാരൻസ് ബിസി, കുട്ടികൾ ബിസി, ടീനേജേഴ്സ് ബിസി, യങ് അഡൽസ് ബിസി. അത് കഴിഞ്ഞിട്ട് അവരുടെ ജീവിതത്തിൽ നിന്നും ബിസി ലൈഫിൽ നിന്നും ഒരു പോസ് എടുക്കുക. ടേക്ക് എ ബ്രെത്ത്, ടേക്ക് എ പോസ്. കൊച്ചിയിലെ പനമ്പള്ളി നഗറിലെ ആണ് ഇപ്പോഴുള്ളത്. പക്ഷേ സത്യത്തിൽ ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തെ നൊസ്റ്റൂലേക്ക് പോവുകയാണ്. കുറച്ച് ഒരു 80s 90s ഒക്കെ കാലഘട്ടത്തിലുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി അവരുടെ ചൈൽഡ്ഹുഡ് ഒന്നുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഗംഭീരമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിലേക്ക് വന്നിരിക്കുന്നത്. കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ത്രെഡ് തുടങ്ങുന്നത് ക്യാരംസ് കളിക്കണം, ചായ കുടിക്കണം, പത്രം വായിക്കണം, ഇതായിരുന്നു ഞങ്ങളുടെ ത്രെഡ്. ഏകദേശം ഒരു വർഷം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു ഈ ഒരു ത്രെഡിനെ എങ്ങനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമുക്ക് എങ്ങനെ ഇതിനെ കൊണ്ടുവരാം. അതുപോലെ തന്നെ ഇന്നത്തെ മെയിൻ മോഡേൺ സൊസൈറ്റിയിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ജെൻസിൻ്റെ പ്രോബ്ലംസ് എന്ന് മാത്രം പറയും. പക്ഷേ ജെൻസി മാത്രമല്ല, എല്ലാ ജനറേഷൻസും അഫക്റ്റ് ആയിട്ടിരിക്കുന്ന പ്രോബ്ലമാണ് നമ്മുടെ കണക്ഷൻസ് ഇല്ല, മീനിങ് ഫുൾ കണക്ഷൻസ് ഇല്ല. അതുപോലെ തന്നെ സ്ക്രീൻ ടൈം ഭയങ്കര കൂടുന്നു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. സോ അതിനെയൊക്കെ എങ്ങനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാം, എങ്ങനെ സൊസൈറ്റിക്ക് ഒരു നല്ലൊരു ബ്രാൻഡായി വളരാം, എങ്ങനെ വൃത്തിയായിട്ടൊരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാം. അങ്ങനെ ഏകദേശം ഒരു വർഷത്തെ ഒരു പരിശ്രമവും അതുപോലെ തന്നെ സ്ട്രാറ്റജീസും ബിൽഡിങ്ങും അതുപോലെയുള്ള സംഭവങ്ങളും കൂടിയിട്ടാണ് ഇവൻച്വലി ക്യൂബ് കൺട്രി എന്ന ഒരു സ്ഥാപനം തുടങ്ങിയത്, ഒരു ബ്രാൻഡ് തുടങ്ങിയത്. നമ്മുടെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ക്രീൻ ഫ്രീ ആയിട്ട് നമ്മുടെ ടേബിളിലോട്ട് കൊണ്ടുവരാനാണ്. ഞാൻ ഇവിടെ ഇരുന്ന് ആൾക്കാർ കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൺലൈൻ വെറുതെ സ്ക്രീൻ നോക്കിയിരുന്ന് ചിലപ്പോൾ ഓൺലൈൻ കോൾ ചെയ്യും, അതല്ല നമുക്ക് വേണ്ടത്. ഇവിടെ ഇരുന്ന് കൂടെ ഇരുന്ന് കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയാനാണ്. നമ്മുടെ ടാഗ് ലൈൻ പോസ്, പ്ലേ, പ്രോഗ്രസ് എന്നാണ്. അന്നേരം 3 കാറ്റഗറിയിലേക്കാണ് നമ്മുടെ ഗെയിംസിനെ നമ്മൾ തിരിച്ചിരുന്നത്. ഈ സെക്ഷൻ വരുന്നത് പോസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. പെട്ടെന്ന് കളിച്ച് പെട്ടെന്ന് പഠിച്ച് അങ്ങനെ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിംസാണ്. പിന്നെ ഈ കാറ്റഗറിയിൽ വരുന്നത് പ്ലേ കാറ്റഗറിയാണ്. കുറച്ച് സ്ട്രാറ്റജി ഉപയോഗിക്കണം, കുറച്ച് ബ്രെയിൻ ഉപയോഗിക്കണം, കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്, കുറച്ച് ഔട്ട്കംസ്, വേരിയബിൾ ഔട്ട്കംസ് ഉണ്ട്. ഈ ഒരു കാറ്റഗറിയിലാണ് കംപ്ലീറ്റ് പോസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരുന്നത്. ഇരുന്ന് സ്വസ്ഥമായിട്ട് ചിന്തിച്ച് സ്ട്രാറ്റജൈസ് ചെയ്ത് കുറച്ച് ഡീപ്പായിട്ട് കളിക്കേണ്ട ഗെയിംസാണ് ആ ഒരു സെക്ഷൻ വരുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ പഴയ സെയിം ഗോൾ സെറ്റപ്പ്. ഇപ്പോൾ ഇതിനെ പറയുന്നത് മിക്കാഡോ സ്റ്റിക്സ് എന്നാണ്. അപ്പം ഇതൊക്കെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് കളിച്ച് ആ ഒരു കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർ വരുമ്പോഴാണ് ഇതൊക്കെ കളിക്കുന്നത്. റൂള് പഴയതെടുക്കുക എന്നുള്ള റൂള് തന്നെ. പല വേരിയേഷൻസിൽ കളിക്കാം. ഇതിനിപ്പോൾ കുറച്ച് ബാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പോയിന്റ് ലെവലിൽ മാറ്റാം. അപ്പോൾ സിമ്പിൾ റൂള് തന്നെ. ഇതിപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ഗെയിം സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. സേറ്റി എന്ന് പറയും. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഗെയിമാണ്. കുറച്ച് സ്ട്രാറ്റജീസും അതുപോലെ തന്നെ കുറച്ച് എലമെൻസും ഒക്കെ കൂടുതലുള്ള ഒരു ഗെയിമാണ്. പ്ലെയർ കാർഡ്സ് ഉണ്ട്, പ്ലെയർമാരുണ്ട്. ഇതാണ് വിൽ സേ അവർ കമ്പ്യൂട്ടർ. ആ കമ്പ്യൂട്ടറിനകത്ത് നമുക്ക് സാറ്റലൈറ്റ്സ് ഉണ്ട്. വി ഹാവ് സാറ്റലൈറ്റ്സ് ആൻഡ് കോമ്പണൻസ്. അന്നേരം നമുക്ക് സാറ്റലൈറ്റ് പോയിട്ട് ഇതെല്ലാം ഓരോ ഇതാണല്ലേ? യെസ്, ഇതാണ് സാറ്റലൈറ്റ്. സോ സാറ്റലൈറ്റ് വേറെ തന്നെ ഇരിക്കും. സോ ബേസിക്കലി സാറ്റലൈറ്റ് നമ്മുടെ പ്ലെയർമാറ്റിൽ നിന്ന് ലോഞ്ച് ചെയ്യണം എർത്തിലേക്ക്. സോ എല്ലാ സാറ്റലൈറ്റും എർത്തിൽ നിന്ന് തുടങ്ങും. അതിനുശേഷം നമുക്ക് കാർഡ്സ് എടുക്കണം. കാർഡ്സ് എടുത്ത് നമുക്ക് ഇത് ഓരോ കാർഡ്സും ഓരോ മൂവ്മെൻറ്റിനെയും അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഓരോ ആക്ഷൻസിനെയും സൂചിപ്പിക്കും. സോ ഇതിൻ്റെ കാർഡ്സിൽ പറയുന്ന എലമെൻറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ കാർഡ്സിൽ പറയുന്ന മൂവ്മെൻറ്റ്സ് നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് എനർജി ടോക്കൺസും മണിയും ഉണ്ട്. അപ്പം ഈ എനർജി ടോക്കൺസും മണിയും ഉപയോഗിച്ച് നമ്മുടെ സാറ്റലൈറ്റിനെ ആസ്ട്രോയിഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ വേറെ പ്ലാനറ്റ്സ് ഉണ്ട്, അതിലേക്കൂടെ ഓർബിറ്റ് ചെയ്യുക. ആൻഡ് വൺസ് വി മൂവ് ടു അനദർ പ്ലാനറ്റ് വി ക്യാൻ ഗോ ടു ദ റെസ്പെക്റ്റീവ് പൊസിഷൻസ്. ഈ പ്ലാനറ്റിൽ തന്നെ നമ്മുടെ പ്ലെയർമാറ്റിൽ ഇപ്പോൾ വീനസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീനസിൽ ലാൻഡ് ചെയ്യാം. സോ വീനസിൽ ലാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പെർക്സ് കിട്ടും. അതുപോലെ തന്നെ ഇതെല്ലാം ടെക്നോളജീസ് എന്ന് പറയും. ഈ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് അവിടെ ഏലിയൻസ് ഉണ്ടോ, അവിടെ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസ് ഉണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിച്ച് ഇവൻച്വലി നമുക്ക് യെസ് ഇതാണ് ഏലിയൻ. കാണിക്കാം.
ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ ഈ ഗെയിമിൽ കണ്ടുപിടിക്കുന്നത്. ഈ സൈഡിൽ വരും. ഇതാണ് ഏലിയനെ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഒമുവാമ എന്നാണ് ഈ ഏലിയൻ്റെ പേര്. ഒമുവാമ. ഇത് കോമ്പറ്റേറ്റീവ് ഗെയിമാണ്, 4 പേര് കൂടി കളിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് 3 തരത്തിലുള്ള ടെക്നോളജീസ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ഏലിയൻസിനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഗെയിം. സോ ഈ ഗെയിം നമുക്ക് പഠിക്കാനായിട്ട് ഒരു 30 to 40 minutes വരും. അതുപോലെ തന്നെ കളിക്കാനായിട്ട് ലെറ്റ്സ് സേ ഒരു 2 to 3 hours വരും. വി വിൽ ബി ലൈക്ക് ഇൻ വെരി ഇമ്മേഴ്സ്ഡ് ഇൻ ദ ഗെയിം. അപ്പോൾ ക്യൂബ് കൺട്രിയിലെ മറ്റൊരു ഗെയിമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, യൂത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ കിഡ്സിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് മോട്ടോർ ഗെയിമിലാണ്. മോട്ടോർ റേസ്, സ്ക്രീൻ ടൈം കൂടുതലായിട്ട് അവർ എടുക്കുന്നതും അതിനാണ്. ആ സ്ക്രീൻ ഗെയിം എടുക്കുന്ന മോട്ടോർ ഗെയിമിനെ ഒരു കാർഡിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാകും? അതാണ് ക്യൂബ് കൺട്രി പ്രൊവൈഡ് ചെയ്യുന്ന മൂന്നാമത്തെ ഒരു ഗെയിം എന്ന് പറയുന്നത്. നമുക്ക് ഗെയിം പരിചയപ്പെടുത്തുന്ന, നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഗെയിം പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട് 2 പേര്. ഗെയിം ബഡീസ് എന്നാണ് അവരെ വിളിക്കുന്നത്. ഒപ്പം അനുഭവമുണ്ട്, ഒപ്പം ഇവാനുമാണ് 2 പേര്. ഗെയിം ബഡീസ്. നമുക്കൊരു Formula 1 റേസ് എങ്ങനെയാണ് കാർഡിൽ നിങ്ങൾ കളിപ്പിക്കാൻ പോകുന്നത്? സോ ശരിക്കും ഈ കോൺസെപ്റ്റ് സാധാരണ ഈ മോട്ടോ GP എന്ന് പറഞ്ഞ ഗെയിംസും F1 ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതുവരെ ടേബിളിൽ ഈ കോൺസെപ്റ്റ് ഇല്ല. അപ്പോൾ ഈ കോൺസെപ്റ്റ് ശരിക്കും ഈ ഡേയ്സ് ഓഫ് വണ്ടർ എന്ന് പറയുന്ന ടീം കൊണ്ടുവന്നൊരു ഗെയിമാണ് ഹീറ്റ് എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എൻജിൻ, നമ്മൾ ഓടുമ്പോൾ എൻജിനിൽ ഹീറ്റ് ആവുമല്ലോ, അതാണ് ഈ ഗെയിം മൊത്തം ബേസ് ചെയ്യണത്. കാരണം നമ്മൾ കാറുകളുണ്ട്, നമ്മുടെ കാറുകൾ ഈ റൂട്ടിൽ കൂടെ നീങ്ങണനുസരിച്ച് നമ്മുടെ ഹീറ്റ് കൂടും. ഈ ടേൺസും കാര്യങ്ങളിൽ ഹീറ്റ് കുറയ്ക്കണം. എൻജിൻ്റെ ഹീറ്റിനാണ് ഈ ഗെയിം ഓടണത്. ഓക്കെ, അതിന് ആ എലമെൻറ്റ്സ് തന്നെയാണ് കാർഡ്സിലുള്ളത്. നമ്മുടെ ഗിയർ ഷിഫ്റ്ററും വെച്ച് ഇതെല്ലാം ഒരു കംപ്ലീറ്റ്ലി ഈ ബോർഡിലോട്ട് കൊണ്ടുവരുന്ന രീതിയിൽ, ഇമ്മേഴ്സ് ചെയ്യണ രീതിയിലുള്ള എലമെൻറ്റ്സ് ആണ് കൊണ്ടുവന്നേക്കണേ. അതുപോലെ ഈ ഗിയർ ഷിഫ്റ്റർ ആണെങ്കിലും ഈ നമ്മുടെ സ്വന്തം കോക്പിറ്റ് പോലെ ഒരു ഏരിയ ഉണ്ട്, സ്വന്തം കാർഡ്സ് ഉണ്ട്. ഈച്ച് പ്ലെയറിന് ഒരു ഇതുണ്ടാവും. അപ്പോൾ അറൗണ്ട് 8 പീപ്പിളിന് കളിക്കാൻ പറ്റും. 8 പേർക്ക് ഒരുമിച്ചിരുന്ന് ഈ മാപ്പിൻ്റെ ഉള്ളിൽ റേസ് തന്നെയാണത്. Formula 1 റേസ് തന്നെ കൂട്ടിരുന്ന് കളിക്കുന്ന ഒരു ഗെയിമാണ്. സോ നമ്മുടെ ഹോൾ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിട്ടേൺ ചെയ്യണം. ഹീറ്റ് പോയാൽ എന്ത് പറ്റും? വണ്ടി ഓഫായി പോകും. അപ്പം നമ്മൾ ഈ എൻജിനിൽ എപ്പോഴും ചൂട് വേണം. ഇത് തീരാൻ നമുക്ക് കളിക്കാൻ പറ്റില്ല. സോ നമ്മുടെ ഷിഫ്റ്റർ അനക്കണമെങ്കിൽ നമുക്ക് ഈ ഹീറ്റിൻ്റെ കാർഡ് വേണം. അതാണ് ഈ ഹീറ്റ് കാർഡ്സ് ഇരിക്കുന്നത്. സോ ഈ ഹീറ്റ് കാർഡ്സ് നമ്മുടെ കയ്യിലിരുന്നിട്ട് നമ്മൾ ഷിഫ്റ്റർ അനക്കും. നമ്മുടെ ടേണിൽ ഷിഫ്റ്റർ അനക്കിയിട്ട് നമ്മൾ ഏത് നമ്പറിലാണ് ഷിഫ്റ്റർ ഉള്ളത് ആ എമൗണ്ട് ഓഫ് കാർഡ്സ് എനിക്ക് കളിക്കാൻ പറ്റുള്ളൂ. സോ ഫോർ എക്സാമ്പിൾ ഇതാണ് എൻ്റെ ഹാൻഡ് ഉള്ളത്. ഞാൻ ഷിഫ്റ്റർ ഇങ്ങോട്ട് അനക്കി 3 കാർഡ്സ് എനിക്ക് കളിക്കാൻ പറ്റും. 3 കാർഡ്സ് കളിക്കുമ്പോൾ ഞാനിപ്പോൾ ഷിഫ്റ്റർ അനക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റ് പേ ചെയ്യണം. ഒരു ഹീറ്റ് കാർഡ് ഞാൻ ഡിസ്കാർഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇപ്പം 3 കാർഡ് കളിക്കും. 3 കാർഡിൽ നിന്ന് ഞാൻ കളിക്കുമ്പോൾ 3, 3, 2, 8. ഇതാണ് എൻ്റെ സ്പീഡ്. നമ്മുടെ സ്പീഡാണ് നമ്മൾ കളിക്കണത്. 8 സ്പീഡ് കളിക്കുമ്പോൾ നമ്മൾ ഇതിൽ 8 സ്പേസസ് മൂവ് ചെയ്യും. സോ ഇതിൽ 1, 2, 3, 4, 5, 6, 7, 8 ഇതാണ് യൂഷ്വലി നീങ്ങുക. പക്ഷേ ഈ കോർണർ ക്രോസ് ചെയ്തപ്പോൾ നമ്മൾ ടേൺസ് തിരിയുമ്പോൾ സ്പീഡ് കുറയ്ക്കണം. ഇപ്പം സ്പീഡ് ലിമിറ്റ് 5 ഉള്ള സ്ഥലത്തിൽ കൂടെ ഞാൻ 8 ഇടിച്ച് പോയി. ബേസിക്കലി ഞാൻ ഇവിടെ സ്പിൻ ഔട്ട് ആവും. സ്പിൻ ഔട്ട് ആയി എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ ടേൺ കഴിയുമ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് ബാക്കിലെത്തും. ബേസിക്കലി ഞാൻ സ്പിൻ ഔട്ട് ചെയ്യും. ഇനി തിരിച്ച് വണ്ടി കയറി വീണ്ടും ഞാൻ ഓടിക്കണം. അപ്പോൾ ഇവിടെ കളിക്കുമ്പോൾ എല്ലാ കോർണേഴ്സും നമ്മൾ പോകുമ്പോൾ സ്പീഡ് ലിമിറ്റ് ശ്രദ്ധിച്ചിട്ട് പോകണം. സ്പീഡ് ലിമിറ്റ് നമ്മുടെ സ്പീഡ് വെക്കണ സ്പീഡ് കൂടുതലാണെങ്കിൽ നമ്മൾ സ്പിൻ ഔട്ട് ആവും. ആൻഡ് ലോങ് സ്ട്രെച്ചസിന് വേണ്ടി ഞങ്ങൾക്ക് കുറേ സ്പീഡ് വേണം എന്ന് പറഞ്ഞാൽ കുറേ വലിയ സ്പീഡ് കാർഡ്സ് ഉണ്ടെങ്കിൽ അത് കയ്യിൽ വെക്കുക. എന്നിട്ട് അത് നമ്മൾ ലോങ് സ്ട്രെച്ച്, നമ്മൾ F1 കളിക്കണ പോലെ തന്നെ ലോങ് ആയിട്ടുണ്ടെങ്കിൽ വണ്ടി ഇടിച്ചു വിടും. പക്ഷേ ടേൺസ് എത്തുമ്പോൾ നമ്മൾ സ്പീഡ് കുറയ്ക്കും. ക്യൂബ് കൺട്രിയിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യ ഗെയിമൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മളുമായിട്ട് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഗെയിം, മലയാളികളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഗെയിം, നമ്മുടേതായിട്ടുള്ള തനതായിട്ടുള്ള എന്തെങ്കിലും ഗെയിം ഉണ്ടായിരുന്നതാണ്. അതും ക്യൂബ് കൺട്രിയിൽ ടിൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന വള്ളംകളി. എങ്ങനെയാണ് ടിൻസ് ഈ വള്ളംകളി നമ്മൾ എങ്ങനെയാണ് കളിക്കുക? വള്ളംകളി എന്ന് പറയുന്ന ഗെയിമിൻ്റെ ഒരു 6 പേർക്ക് വരെ നമുക്ക് കളിക്കാം. 6 വള്ളങ്ങളുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തുഴക്കാരുണ്ട്, ഉദയുണ്ട്, കമലുണ്ട്, അപ്പുണ്ട്, മുരളിയുണ്ട്, ജോബിനുണ്ട്. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഓരോ ആളുകൾക്കും, അതായത് ഓരോ പ്ലേയേഴ്സിനും അവർക്കായിട്ടുള്ള എമൗണ്ടും ഉണ്ട്, മണിയുണ്ട്. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഓപ്ഷനിലാണ്, അല്ല ഓരോരുത്തർക്കും സ്പെസിഫിക് എമൗണ്ട് ആയിട്ടുള്ള ഒരു കാശ് ഉണ്ടാവും. സോ അവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുഴക്കാരെ നമുക്ക് സെലക്ട് ചെയ്യാം. കുറച്ച് പവർഫുൾ ആയിട്ടുള്ള തുഴക്കാരെ നമുക്ക് ഇവിടെ ഉണ്ട്.
ബിജോയ് എന്നൊക്കെ പറഞ്ഞ തുഴക്കാരുണ്ട്. ആ തുഴക്കാർക്ക് കുറച്ച് പവർ കൂടുതലായിരിക്കും. അവർക്ക് 4 പേര് 4 പോയിന്റ് 3 പോയിന്റ് ഒക്കെ ഉണ്ടാവും. സോ ബേസിക്കലി നമ്മുടെ തുഴക്കാരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന തുഴക്കാരെ നമ്മൾ മാനേജ് ചെയ്തിട്ട് നമ്മുടെ വള്ളം നമുക്ക് മുന്നോട്ട് നീക്കണം. ഇപ്പോൾ ജോബിനെയും മുരളിയെയും അപ്പുവാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് 2, 3, 4 പോയിന്റ് 4 പ്ലേസസ് മുന്നോട്ട് നീങ്ങാൻ നമ്മുടെ വള്ളം. അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ ഓരോ ഇവൻറ്റ്സിലെത്തുമ്പോൾ ഇവൻറ്റ് 1, ഇവൻറ്റ് 2, ഇവൻറ്റ് 3 എത്തുന്നു. അപ്പോൾ നമുക്ക് ഓരോ ഇവൻറ്റ് ട്രിഗർ ആവും. അന്നേരം ഇതെന്ന് പറഞ്ഞാൽ ക്രൗഡ് ചിയർ എന്ന് പറഞ്ഞാൽ ആളുകൾ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നു. അന്നേരം ഏറ്റവും മുന്നിലുള്ള വള്ളം ഒഴികെ ബാക്കി എല്ലാ വള്ളങ്ങൾക്കും ഒരു പ്ലേസ് മുന്നോട്ട് നീങ്ങാം. അതിനുശേഷം അടുത്തത് വരുന്നത് ഇതൊരു ക്രൗഡ് ചിയറാണ്, ഇതൊരു ക്രൗഡ് ചിയർ കാർഡാണ്. ഇതാണ് ചാർജിങ് എഹെഡ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ പ്ലെയറിനെ മാത്രം മുന്നോട്ട് നീക്കാനുള്ള ഒരു കാർഡാണിത്. അപ്പോൾ അങ്ങനത്തെ ഇവൻറ്റ്സിൽ കൂടെയൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം. ഓരോ സെഗ്മെൻറ്റിലും വന്നു കഴിയുമ്പോൾ നമുക്ക് ബെറ്റ് വെക്കാം ഏത് വള്ളം ജയിക്കും എന്നുള്ളത്. സോ ഇതൊരു ക്രൗഡിനല്ല പങ്കാളിയാകുന്നത്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വള്ളത്തിൽ ബെറ്റ് വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ആളുടെ വള്ളം ജയിക്കും എന്നുള്ളതിന് ബെറ്റ് വെക്കാം. ഇവൻച്വലി ഇതൊരു ടൈപ്പ് ഓഫ് ഒരു ബെറ്റിംഗ്, ഒരു ഫൺ ഗാംബ്ലിംഗ് ഗെയിമാണ്. അപ്പം നമുക്ക് സ്ട്രാറ്റജി അനുസരിച്ചിട്ട് നമുക്ക് ഏത് വള്ളം ജയിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തിട്ട് നമ്മുടെ വള്ളത്തിലോ വേറെ ആൾക്കാരുടെ വള്ളത്തിലോ ബെറ്റ് വെക്കാം. അങ്ങനെ ഇവൻച്വലി നമുക്ക് ജയിക്കാം. നമ്മുടെ വള്ളം ഏറ്റവും മുന്നിൽ എത്തിക്കഴിഞ്ഞാലും നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടുന്ന, ഏറ്റവും കൂടുതൽ ബെറ്റ് വെച്ച് ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കുന്ന ആളാണ് ഈ ഗെയിമിൽ വിന്നർ എന്ന് പറയുന്നത്. ഗെയിം ഇവിടെ കഫേ ഉണ്ട്. കഫേയിൽ നിന്ന് നമുക്ക് സ്നാക്സ് കഴിക്കാം. ആൻഡ് ഓൾമോസ്റ്റ് ഓൾ ദ സ്നാക്സ് ഇവിടെ വരുന്നത് ടിപ്പിക്കൽ ഒരു കഫേ മെനു അല്ല, ഒരു ലൈറ്റ് സ്നാക്സ് ആണ്. ഗെയിംസിൻ്റെ കൂടെ ഒത്തുപോകാൻ പറ്റുന്ന വളരെ ലളിതമായിട്ടുള്ള സ്നാക്സ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ നഗറ്റ്സ്, വെജ് കട്ട്ലറ്റ്, അങ്ങനത്തെ ചിക്കൻ പോപ്സ്. നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ലോഡഡ് ഫ്രൈസ് ആണ്. അത് നമ്മുടെ നല്ലൊരു മൂവിങ് ഐറ്റംസ് ആണ്. പിന്നെ ഇവിടുത്തെ ഡ്രിങ്ക്സ് എന്ന് നമുക്ക് പറയുന്നത് പ്രീമിയം മിൽക്ക് ഷേക്സ് ഉണ്ട്, പിന്നെ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട്, കോഫി ഐറ്റംസ് ഉണ്ട്, ബീൻ ടു കപ്പ് കോഫിയാണ് മെഷീൻസ് ആണ്, പിന്നെ ഫ്രൈസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ടീ, മസാല ടീ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് ക്വാളിറ്റി നമ്മുടെ എല്ലാം സ്റ്റാർബക്സ് റിലേറ്റഡ് ക്വാളിറ്റിയാണ് നമ്മുടെ ബെവറേജസും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. ക്വാളിറ്റിയിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല. അതുപോലെ തന്നെ കിച്ചണെല്ലാം ഓപ്പൺ ആണ്, ആർക്ക് വേണമെങ്കിലും കാണാം എന്താണ് നമ്മൾ ചെയ്യുന്നത്. സോ ആ ഒരു ഹെസിറ്റേഷൻ ഉണ്ടാവില്ല. യു ക്യാൻ ഓർഡർ മോർ. കൺട്രി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അത് നിങ്ങൾ ലോഗോയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയാണ് അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ ക്യൂബ് കൺട്രീൻ്റെ ലോഗോയിൽ 3 എലമെൻറ്റ്സ് ആണുള്ളത്. ആൻഡ് ഓൾസോ ഇറ്റ് റെപ്രസെൻറ്റ്സ് ഒരു ഡൈസ് പോലെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ ബ്ലൂ എലമെൻറ്റിൽ നമുക്ക് മെയിൻലി ഡൈസിനെ തന്നെ സൂചിപ്പിക്കുന്നു. അതൊരു ഒരു കൺസെപ്റ്റാണ്. പ്ലേ എന്നൊരു സിമ്പിളാണ് അത് സൂചിപ്പിക്കുന്നത്. ആൻഡ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് സിമ്പിൾ സൂചിപ്പിക്കുന്ന ലവ് തന്നെയാണ്. ആൻഡ് ജോയ്. ആൻഡ് മേലെയുള്ള സിമ്പിൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ആ യെല്ലോ കളറിലുള്ളത് ഇറ്റ് ഇസ് 2 people ഹൈ ഫൈവിങ് ഇച്ചത്. സോ നമുക്കിവിടെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് നമ്മൾ ആളുകളെ സ്വീകരിക്കുന്നു, പക്ഷേ പോകുമ്പോൾ എല്ലാവരും ഹൈ ഫൈവ് ആണ്. നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഹൈ ഫൈവ് ആയിട്ട് നമ്മൾ കണക്ഷൻസ് ബിൽഡ് ആകുന്നവരാണ്. സോ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കണക്ഷൻസ് ആണ് ആ 3ാമത്തെ സിമ്പിൾ സൂചിപ്പിക്കുന്നത്. വണ്ടർലാൻഡിലേക്ക് വരികയാണ് നമ്മൾ. യെസ് ക്യാൻ സേ ദാറ്റ്. എല്ലായിടത്തുനിന്നും മാറുന്ന ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറി നിന്ന് നല്ലൊരു എൻവയോൺമെൻറ്റിലേക്ക് വരുന്നത്. ആൻഡ് as you see ഇതൊരു ബ്രൈറ്റ് എൻവയോൺമെൻ്റ് ആണ്. ആൻഡ് പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. സോ പീപ്പിൾ ഫീൽ റിയലി വെൽക്കംഡ് ആൻഡ് സ്പേഷ്യസ്, അല്ലെങ്കിൽ ഭയങ്കര സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഭയങ്കര ഓപ്പൺ അപ്പ് ആണ്. ആ ഒരു സംഭവം തന്നെയാണ് നമ്മൾ കൺട്രി അല്ലെങ്കിൽ ക്യൂബ്, ആ സ്പേസ് എന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇന്നായി കഴിഞ്ഞതിലാണ്. യെസ്, 33 minutes അബ്സല്യൂട്ട്ലി ഫ്രീ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ 33 minutes കൊണ്ട് ലെറ്റസ് നമുക്കൊരു 5-6 ഗെയിംസ് എങ്കിലും നമുക്ക് ചിലപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റും. ചില ആളുകൾ 33 minutes നിർത്താറില്ല. ആൻഡ് വി ഓൾസോ സേ ദാറ്റ് 33 minutes 34 ആയാലും വി ഡോണ്ട് മൈൻഡ്. ഒരു 2 minutes 3 minutes ഒക്കെ വി ആർ ഓക്കെ. അല്ലെന്നുണ്ടെങ്കിൽ ഈവൻ 5 minutes ഒക്കെ വി ആർ ഓക്കെ. ഗുഡ് ക്രൗഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, നിങ്ങൾ ഗെയിം തീർത്തിട്ട് പോയിക്കോളൂ. ഓക്കെ. അപ്പം യൂഷ്വലി ആളുകൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ കം ഇൻ വിത്ത് മേ ബി 1 or 2 friends. അവർ ജസ്റ്റ് വന്ന് കളിക്കുന്നു, അവർ വീട്ടിൽ പോയിട്ട് അവരുടെ ഫാമിലീസിനെ കൂട്ടിക്കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അവരുടെ അടുത്ത ഫ്രണ്ട്സിനെ കൂട്ടിക്കൊണ്ടുവരുന്നു. യെസ് അങ്ങനെയാണ് യൂഷ്വലി ഇവിടെ സംഭവിക്കാറ്. നമുക്കൊരു മെയിൻ ജംഗ്ഷനിലാണ്, മെയിൻ റോഡ് ആക്സസ് ആണ്, നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്. നമുക്ക് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പാർക്കിംഗ് ഏരിയ നമുക്ക് പുറകിലുണ്ട്, നമ്മുടെ തന്നെ പാർക്കിംഗ് ഏരിയ ആണ്. ആൻഡ് നമുക്ക് 2 സെക്ഷനാണ്. ഒന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ മെയിനായിട്ട് ഗെയിംസിൻ്റെ ബോർഡ് ഗെയിംസ് ആൻഡ് കഫേ ആണ് ഗ്രൗണ്ട് ഫ്ലോറിൽ മെയിനായിട്ട് വരുന്നത്. ആൻഡ് ഓൾസോ ചെറിയ ബർത്ത്ഡേസ് അങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്യും. ഇവിടുത്തെ ചെറിയ ലൈറ്റായിട്ട് ഞങ്ങളുടെ തന്നെ ഡെക്കോറുണ്ട്. ഞങ്ങളൊരു കേക്ക് കട്ടിങ് ഏരിയയും സംഭവങ്ങളൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യും. ആൻഡ് ഓൾസോ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്റ്റേജ് സെറ്റപ്പാണ്. ആൻഡ് ഒരു ഇവൻറ്റ് സ്പേസ് തന്നെയാണ്. ഒരു 1000 square feet ഇവൻറ്റ് സ്പേസ് ആണ്. മാക്സിമം അപ് ടു 45 to 50 ആളുകളെ നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് സ്റ്റേജ് ഷോസ്, സ്റ്റാൻഡപ്പ് കോമഡീസ്, അതുപോലെ തന്നെ കോൺഫറൻസസ്, അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടീസ് പ്രൈമറിലി.
പിന്നെ അങ്ങനത്തെയുള്ള ഇവൻറ്റ്സുകളെല്ലാം നമുക്കവിടെ കണ്ടക്ട് ചെയ്യാം വിത്ത് മൈക്ക് വീഡിയോ ഓഡിയോ സെറ്റപ്സുകളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അക്കോസ്റ്റിക്കലി മാനേജ്ഡാണ്. ഇവിടെ വരുന്ന ക്രൗഡ്സിൽ ഞങ്ങൾ പറയുകയാണെങ്കിൽ ഒരു 60%, 65 ലാസ്റ്റ് വീക്കിൽ ഒരു സർവേ എടുത്ത 65% ഫാമിലീസാണ് വരുന്നത്. സോ ഫാമിലീസ് എന്ന് പറഞ്ഞാൽ മിക്സ് ക്രൗഡ് ആയിരിക്കും. അപ്പൻ, അമ്മ, മക്കൾ, പിന്നെ ഗ്രാൻഡ് മദേഴ്സ് ആൻഡ് ഗ്രാൻഡ് കിഡ്സ്, അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദർ. ഇന്നലെ ഒരു ഗ്രാൻഡ് ഫാദർ ആൻഡ് കൊച്ചുമോൾ അവർ വന്നിട്ട് ദേ വർ പ്ലേയിങ് ആൻഡ് ഇൻറ്ററാക്ടിങ് ഗെയിംസ്. സോ നമ്മളിപ്പോൾ യൂഷ്വലി കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ഫാമിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒബ്സർവ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പൻ, അമ്മ, മക്കൾ അല്ലെന്നുണ്ടെങ്കിൽ അവർ 4 പേര് 4 മൂലയ്ക്കായിരിക്കും. എല്ലാവരുടെ കയ്യിൽ ഫോൺ ഉണ്ടാവും. മൊബൈൽ വഴിയാണ് കമ്മ്യൂണിക്കേഷൻ. അവർ ചെയ്യുന്ന മെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിൽ പോകും, സിനിമ കാണും, യാത്ര ചെയ്യും. ഇതിനെല്ലാം ഇതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു ഡിന്നർ ടേബിളിന് ചുറ്റും കൂടി ഇരുന്നിട്ട് അവർ വർത്തമാനം പറഞ്ഞ് അല്ലെന്നുണ്ടെങ്കിൽ അന്നത്തെ വിശേഷങ്ങൾ പങ്കുവെച്ച് കൃത്യമായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്ത് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്ത് പോകുന്ന വളരെ റിലീജിയസ് ആയിട്ട് ഈ ഫാമിലി ടൈം എന്ന് പറയുന്ന ക്വാളിറ്റി ഫാമിലി ടൈം എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്ന ഫാമിലീസ് വളരെ കുറവാണ്. സോ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇവർക്ക് 4 പേർക്ക്, അതായത് അച്ഛൻ, അമ്മ, മക്കൾ, ലെറ്റ്സ് സേ, അപ്പം ഇവർക്ക് ഈ എല്ലാ ആളുകൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി ഗെയിംസ് നമുക്ക് ഇവിടെ ഉണ്ട്. സോ ബേസിക്കലി വാട്ട് ഹാപ്പൻസ്, അവർ തമ്മിൽ കോൺവെർസേഷൻസ് വരും, ഇമോഷൻസ് വരും. ഒരു ഗെയിം നമ്മൾ കളിച്ച് അതിൻ്റെ ഒരു ഹീറ്റിലേക്ക് എത്തുമ്പം, ആ ഒരു ഗെയിമിൻ്റെ ഒരു പവറിലേക്ക് എത്തുമ്പം, വെൻ ദേ റിയലി കോമ്പറ്റീറ്റീവ് ആകുമ്പം യു കനോട്ട് ഹൈഡ് ഓൾ യുവർ ഇമോഷൻസ്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇമോഷൻസ് പുറത്തെത്തിയാൽ മതിയാവുള്ളൂ. സോ ഡെഫിനറ്റ്ലി മീനിങ് കണക്ഷൻസ് ബിറ്റ്വീൻ ഫാമിലീസ് നന്നായിട്ട് മീനിങ് ഫൈറ്റ് ഉണ്ട് ഒബ്വിയസ്ലി. സോ അപ്പനും അമ്മയും ചില ഗെയിംസ് ഉണ്ട്, ഇവിടെ അപ്പനും അമ്മയും ടീം ചെയ്ത് മക്കൾക്കെതിരെ, മക്കൾ രണ്ടും ടീം ചെയ്ത് അപ്പനും അമ്മയ്ക്കെതിരെ, അങ്ങനെ ടീമായിട്ട് കളിക്കുകയും ഒരാളെ ഹെൽപ്പ് ചെയ്തിട്ട് മറ്റേ ആളെ ഡിസ്ട്രോയ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പം ഓൾ ദി ഇമോഷൻസ് കം അപ്പ്. സോ വി ആർ ഇൻ ദ ബിഗിനിങ് ഫേസ് ആൻഡ് വി ആർ ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ട്രാക്ഷൻ ആൻഡ് കസ്റ്റമേഴ്സ് ആസ് ഓഫ് നൗ. വീക്കെൻഡ്സിലെല്ലാം നല്ല ക്രൗഡ് ബിസിയാണ്. സോ യെസ്, ഡെഫിനറ്റ്ലി യു ക്യാൻ സീ മോർ ഗിഫ്റ്റ് എൻട്രി ഇൻ ദ ഫ്യൂച്ചർ. താങ്ക് യു. യെസ്, റൈറ്റ്. താങ്ക് യു വെരി മച്ച്.